എല്ലാവർക്കും നമസ്കാരം. ധ്വനി കലാലയത്തിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഇടയ്ക്ക നമ്മൾ പാടുമ്പോൾ എങ്ങനെയാണ് കൊട്ടി തുടങ്ങുന്നത്, എങ്ങനെയാണ് ആ ഭാഗം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഭാഗത്ത് ഓരോ ശൈലിയാണ്. വള്ളുവനാടൻ ശൈലിയിൽ എങ്ങനെയാ ചോദിച്ചാൽ ത്രിസ്ഥാനങ്ങൾ കാണിക്കുക. 3 സ്ഥാനങ്ങൾ, ഇടയ്ക്ക് 3 സ്ഥാനങ്ങൾ കാണിച്ചിട്ട് കൊലുമ്പിയിട്ട് നമ്മൾ ഗണപതി കൈ കൊട്ടി വെച്ചിട്ട് രാഗം പാടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകതാളത്തിൽ ഇങ്ങനെ കൊട്ടി പോവുകയാണ്. ഈ വള്ളുവനാടൻ ശൈലിയിൽ അങ്ങനെയാണ് പതിവ്. അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്ക നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്കയുടെ മൂവ്മെൻറ്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഹോൾഡ് ചെയ്യുന്നതും അങ്ങോട്ട് പ്രസ് ചെയ്യുന്നതും എല്ലാമാണ് ഈ ശബ്ദത്തിൻ്റെ സഞ്ചാരങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ത്രിസ്ഥാനങ്ങൾ പലർക്കും പല ശ്രുതിയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കൊട്ടി തുടങ്ങുന്ന സമയത്ത് അവനവൻ്റെ ശ്രുതി ഏതാണ് എന്ന് നമ്മൾ ഈ ഇടയ്ക്ക് കൊട്ടി തുടങ്ങുമ്പോൾ തന്നെ കണ്ടെത്തണം. എന്നിട്ട് ആ ശ്രുതി, ആ പിച്ച് പോവാണ്ട് തന്നെ വേണം നമുക്ക് 3 സ്ഥാനങ്ങൾ കൊട്ടാൻ. പിന്നെ പാട്ട് കഴിയുന്നത് വരെ ആ ഒരു പിച്ചിലാണ് പോകാൻ പാടുള്ളൂ. അതൊന്ന് മേലേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ മേലേക്ക് പോയാലും താഴേക്ക് പോയാലും നമ്മുടെ പാട്ടിന് അത് കോട്ടം തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൊട്ടി തുടങ്ങുന്ന അതേ ശ്രുതിയിൽ കഴിയുന്നത് വരെ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ത്രിസ്ഥാനങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ 3 സ്ഥാനങ്ങൾ കാണിച്ചതിന് ശേഷം കൊലുമ്പലാണ്. കൊലുമ്പ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഈ രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് പെരുമ്പറ മുഴക്കിയിട്ട് കൊലുമ്പിയിട്ടാണ് നമ്മൾ ഒരു വിവരം എല്ലാവരെയും അറിയിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു സംഭവം തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് അറിയിപ്പിന് വേണ്ടിയിട്ടാണ് ഈ കൊലുമ്പൽ പതിവ്. ഈ വാദ്യരംഗത്ത് പല കേളി കൊട്ടുക, പാണ്ടിമേളം, ഇതിലൊക്കെ കൊലുമ്പൽ പതിവുണ്ട്. മദ്ദളക്കേളി കൊട്ടുമ്പോൾ, ചെണ്ടക്കേളി കൊട്ടുമ്പോഴൊക്കെ ഈ കൊലുമ്പിയിട്ടാണ് ഇത് തുടങ്ങുക. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം, ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അറിയിപ്പിക്കുക എന്നുള്ളതാണ് ഈ കൊലുമ്പൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊലുമ്പൽ കുറേ നേരം ആവാനും പാടില്ല. എന്നാലും ഈ ത്രിസ്ഥാനങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ കൊലുമ്പ. അപ്പോൾ നമുക്ക് ആ ശ്രുതിയിൽ നിന്ന് വിട്ടുമാറില്ല, നമുക്കത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. ഇത് കൊട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഹോൾഡ് ചെയ്തിട്ടാണ് പിടിച്ചിരിക്കുന്നത്, മേലേക്ക് കയറ്റിയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചരടുണ്ട്. ഇടയ്ക്ക് കൊട്ടി പരിചയം ഒട്ടും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈ ഇട്ടിട്ട് ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് കൂടുതലും നല്ലത്. പരിചയമാവുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഇടാണ്ടി അത് പിടിക്കാൻ പറ്റും. പരിചയം ഒട്ടുമില്ലാത്ത ആൾക്കാർക്ക് ഇത് അത്യാവശ്യം തന്നെയാണ്. കുറേ നേരം ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കയ്യിന് ചിലപ്പോൾ ഒരു കടച്ചിൽ, ഒരു തരിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും ഇടയ്ക്ക് കൊട്ടുന്ന സമയത്ത് ഒരിക്കലും അമർത്തി പിടിച്ചുകൊണ്ടേയിരിക്കാൻ പാടില്ല. ഈ ശബ്ദത്തിന് ഇടയ്ക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക, മേലേക്ക് ഇങ്ങനെ തൂക്കി പിടിക്കുക. ഇത് നല്ലോണം പ്രസ് ചെയ്തിട്ടാണ് ഈ ശബ്ദം വരിക.
ഇതിലാണ് നമ്മൾ പിച്ച് പിടിച്ചിട്ട് ഈ ശ്രുതിയിലാണ് നമ്മൾ പാടുക. ഇതിന്റെ നടുവിൽ ഒരു ശബ്ദമുണ്ട്. ഈ ശബ്ദമുണ്ട്. നമ്മൾ നല്ലോണം അമർത്തി പിടിച്ച ഈ ശബ്ദം വരും. ഒന്നും കൂടി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പിച്ച് നമുക്ക് ഇതെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് 3 സ്ഥാനങ്ങൾ കാണിക്കുന്നത് ആദ്യത്തെ ശബ്ദത്തിന് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക, ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ ശബ്ദം വരും. നല്ലോണം പ്രസ് ചെയ്യുക, അങ്ങനെ അമർത്തി അങ്ങോട്ട് പ്രസ് ചെയ്യാൻ പാടില്ല. അതിനൊരു എന്താ പറയുക, അതിനൊരു രീതിയുണ്ട്. അങ്ങനെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഇത്ര പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഹോൾഡ് ചെയ്യുക, ചെറുതായിട്ട് അമർത്തുക, ഇനി പ്രസ് ചെയ്യുക. വല്ലാണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ കേടുവരാൻ സാധ്യതയുണ്ട്. വല്ലാണ്ട് പ്രസ് ചെയ്യരുത്. കൊട്ടുന്ന സമയത്തും വല്ലാണ്ട് പ്രസ് ചെയ്യാൻ പാടില്ല. ലളിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വാദ്യോപകരണമാണ് ഇടയ്ക്ക. അപ്പോൾ നമ്മൾ അതിനെ വേദനിപ്പിക്കാനോ ഒന്നും പാടില്ല. ആവശ്യത്തിനുള്ള ബലം മാത്രമേ അതിന് കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും ബലം പിടിച്ച് കൊട്ടരുത്. കൈ ഫ്രീ ആയിട്ട് കൊട്ടുക. ഒരിക്കലും ബലം പിടിച്ചു കഴിഞ്ഞാൽ അതിലൊരിക്കലും ശബ്ദം വരില്ല. മെല്ലെ കൊട്ടിയാൽ തന്നെ നല്ല ശബ്ദം വരും. അമർത്തി കൊട്ടിക്കഴിഞ്ഞാൽ ശബ്ദം വരില്ല എന്നല്ല, നമുക്ക് ആവശ്യത്തിനുള്ള ശബ്ദം ആരോഗ്യം മാത്രം നമുക്ക് ഇതിന് ഉപയോഗിച്ചാൽ മതി. ഈ പിച്ചിലാണ് നമ്മൾ പാടുക. അവനവന് ഏതാണ് പിച്ച് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക, പാടുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർ, കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് പരമാവധി എത്തിക്കുക. എല്ലാവർക്കും ധ്വനി കലാലയത്തിൻ്റെ വലിയൊരു നമസ്കാരം.